ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നതൊരു വെസ്റ്റ്ലൈൻ എംബ്രോയ്ഡറി ആണ്. അപ്പോൾ ഹിജാബ് ഇടുന്നവർക്കൊക്കെ മാച്ചായിട്ടുള്ളൊരു എംബ്രോയ്ഡറി ചെയ്യണമെന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ക്ലോത്തിൽ ഇങ്ങനെ റഫായിട്ട് ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ചും അതേപോലെ ബുളിയൻ സ്റ്റിച്ചുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുണ്ട്. സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനായിട്ട് 6 സ്ട്രാൻഡ്സ് ആണ് അതിൽ എടുക്കുന്നത്. പിന്നെ ഇതിന് എടുത്തിട്ടുള്ള നീഡിൽ നമ്പർ 5 ആണ്. അപ്പം നമുക്ക് ആദ്യം സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ വരച്ച ലൈനിൽ കൂടി ഇതേപോലെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു നോർമൽ സ്റ്റിച്ച് കൊടുക്കുകയാണ് സ്ട്രെയിറ്റ് ആയിട്ട്. അതിനുശേഷം അതിൻ്റെ ആ സെൻറ്ററിൽ കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചായി. ഇതുപോലെ തന്നെ അടുത്തൊരു സ്റ്റിച്ചും കൂടെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ കൂടി നമുക്ക് കുത്തിയെടുക്കാം. ഇങ്ങനെ ആ ഒരു വരച്ചിൽ കൊടുത്തിട്ടുള്ള ലൈന് മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളടുത്തത് ബുളിയൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റെഡ് കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. 6 സ്ട്രാൻഡ്സ് ത്രെഡ് വേണം. ഇനി നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു റൗണ്ടിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇങ്ങനെ സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സാധാ ബുളിയൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഇയർബഡ് ഒരു ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോ ചുരുളുകളുടെയും വലിപ്പം കുറച്ചുകൂടെ വലുതായി കിട്ടും. ഇങ്ങനെ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 25 തവണയാണ് ചുറ്റിയെടുക്കുന്നത്. ഇനി മുഴുവനായിട്ട് ചുറ്റിയതിന് ശേഷം ആ ഒരു ഇയർബഡ് നമുക്ക് വലിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ എപ്പോഴും അത് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നീഡിൽ വലിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മളുടെ ചുരുളുകൾ അത് പോവാത്ത രീതിയിൽ കറക്റ്റ് വലിച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ എംബ്രോയ്ഡറിയുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്.
ഇത് ചുരിദാറിൽ മാത്രമല്ല സാരിയിലും കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്